താണ് ഇരിക്കുക. ദൈവസന്നിധിയിൽ ആഗതരായിരിക്കുന്ന അനുഗ്രഹീതരും ശ്രേഷ്ഠന്മാരുമായ ദൈവദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തിരുന്ന് ക്രിസ്തുവിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. ഇത്രയും വലിയ പ്രതിസന്ധിയുടെ നടുവിലും നിങ്ങൾക്ക് എല്ലാവർക്കും ആരാധനയിൽ വന്നു ചേരാൻ ദൈവം വഴികൾ ഒരുക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ മാസത്തിൽ ഇന്ന് 1-ാം തീയതിയാണ്. ഈ മാസം ഒരു അനുഗ്രഹിക്കപ്പെട്ട മാസമാകട്ടെ. അന്ന് അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ചോറ, ഈ മാസം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറ. ലൈവിൽ കാണുന്നവരും അടുത്തിരിക്കുന്നവരോട്, ഈ മാസം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നൊരു മാസമാണ്. ഈ മാസം 11 മുതൽ 15 വരെ ഇവിടെ 5 ദിവസം നീണ്ടു നിൽക്കുന്നൊരു ഉപവാസവും പ്രാർത്ഥനയും നടക്കുകയാണ്. നിങ്ങൾ ആ ദിവസങ്ങൾ വേർതിരിച്ച് പ്രാർത്ഥനയ്ക്ക് ഒന്നിച്ചു കൂടാൻ സർവശക്തനായ ദൈവം ഇടയാക്കി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തന്ന ആത്മീക സന്ദേശത്തിലേക്ക് നാം പ്രവേശിക്കുവാൻ പോകുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരായി എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിൻ്റെ ദാസൻ സണ്ണി പാസ്റ്റർ ഇതുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു ആത്മീക ദൂതാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെയൊരു ദൂതാണ് താൻ പ്രസംഗിക്കാൻ പോകുന്നതെന്ന് ഇന്നലെ എന്നോട് പറഞ്ഞില്ല. ഞാനിതാ പ്രസംഗിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹത്തോടും പറഞ്ഞില്ല. 2 സ്ഥലങ്ങളിൽ നിന്ന് 2 വ്യക്തികൾക്ക് 2 ദൂത് കൈമാറുമ്പോൾ രണ്ടും ശുശ്രൂഷാവേദിയിൽ ഒന്നായി വെളിപ്പെടുന്നെങ്കിൽ ഓർത്തോണം, എന്തോ ഒരു കാര്യത്തിന് ദൈവം തീരുമാനമുണ്ടാക്കാൻ പോകുകയാണ്. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചു കുട്ടിക്ക് വരെ അറിയാവുന്നൊരു ഭാഗമാണ്. 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് 2 സംഭവങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷാകാലത്ത് നടന്നത് ഇവിടെ വിവരിക്കുക. 1, മരിപ്പാറായ ദീനം പിടിച്ചൊരു ദാസൻ. 2, മരിച്ച ഒരു മകൻ. ഈ 2 ചരിത്രവും യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷാകാലത്ത് നടന്നു. ആദ്യം നടന്നത് കപ്പർന്നഭൂമിലും പിന്നെ നടന്നത് നയീനിലുമാണ്. 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ഈ 2 സംഭവങ്ങളും പരിശുദ്ധാത്മാവ് കുറിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ 1-ാമത്തെ സംഭവം പ്രസംഗിക്കാൻ സമയമെടുക്കുന്നില്ല. കാരണം സമയത്തിന് പരിമിതികൾ ഉള്ളതുകൊണ്ട് നിങ്ങളോട് പറയേണ്ട അത്യാവശ്യം ദൂത് 2-ാമത്തെ സംഭവത്തോട് ബന്ധപ്പെട്ടാണ് ദൈവം സംസാരിക്കുവാൻ പോകുന്നത്. അതിനകത്തുള്ള 3 വാക്യങ്ങളാണ് കർത്തൃദാസി വായിച്ച് കേൾപ്പിച്ചത്. കരയുന്നൊരു സ്ത്രീയുടെ കരച്ചിൽ കർത്താവ് കണ്ടു എന്നാണ് ആ വാക്യം തുടങ്ങുന്നത്. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദം കർത്താവ് കണ്ടു എന്നുള്ളതാണ്. കാണുന്നില്ലെന്ന് നീ വിചാരിച്ച പല കാര്യങ്ങളും കർത്താവ് കാണുന്നുണ്ട്. സ്തോത്രം. ഈ ബൈബിളിൽ
4 സുവിശേഷങ്ങളിലും പ്രവചനങ്ങളിലും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലും അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിലും ഒക്കെ പറയുന്ന ചില പദങ്ങളുണ്ട്. കരയുന്നവരുടെ കരച്ചിൽ കണ്ട് കർത്താവ് പറയുന്നുണ്ട്, കരയണ്ട. സങ്കടപ്പെടുന്നവരുടെ സങ്കടം കർത്താവ് കണ്ടിട്ട് പറയുന്നുണ്ട്, സങ്കടപ്പെടണ്ട. ദുഃഖിക്കുന്നവൻ്റെ ദുഃഖം കണ്ടിട്ട് കർത്താവ് പറയുന്നുണ്ട്, ദുഃഖിക്കണ്ട. ഭയപ്പെടുന്നവരുടെ ഭയം കണ്ടിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടണ്ട. ദുഃഖിക്കണ്ട, സങ്കടപ്പെടണ്ട, വിഷമിക്കണ്ട, ഭയപ്പെടേണ്ട എന്നൊക്കെ പറയാൻ അധികാരമുള്ള ഒരാളേ ഉള്ളൂ. അവൻ്റെ പേരാ ക്രിസ്തു. ശീമോന്റെ പടകിൽ ചുമ്മാ കർത്താവ് കയറിയതല്ല, അവൻ്റെ ശൂന്യത കണ്ട് ആ ശൂന്യത എന്ന് മാറുമെന്ന് തിരിച്ചറിഞ്ഞ കർത്താവ് ആ പടകെ കയറിയത്. ശ്രദ്ധിച്ച് കേൾക്കണം. സക്കായിയുടെ വീട്ടിൽ യേശു കയറിയത് നീ ഒരു ചതിയനാന്നും നിന്റെ ചതി എന്ന് പൊട്ടുമെന്നും അറിഞ്ഞാണ് കർത്താവ് സക്കായിയുടെ വീട്ടിൽ കയറിയത്. അലറി ഒലയുന്ന പടകിൽ യേശു കയറിയത് നിന്റെ ഭയം എന്ന് മാറുമെന്നറിഞ്ഞോണ്ടാ കർത്താവ് ആ വള്ളത്തിൽ കയറിയത്. അങ്ങനെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം, ചിലതൊക്കെ തീരാൻ സമയമായി, ചിലതൊക്കെ വെളിപ്പെടാൻ സമയമായി. ഹല്ലേലൂയ. ഞാൻ വചന ശുശ്രൂഷ തുടങ്ങുമ്പം ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് മറവായി ഒന്നുമില്ല. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ട് ചോറ, ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് മറവായി ഒന്നുമില്ല. എബ്രായ ലേഖന കർത്താവ് 4-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലതും അവൻ്റെ കണ്ണിന് നഗ്നതും മലർന്നതുമായി കിടക്കുകയാ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കണ്ണിന് ഒരു മറയുമില്ലെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തന്നെ കാര്യം പിടികിട്ടിയിട്ടുണ്ട്. 139-ാം സങ്കീർത്തനം ചമയ്ക്കുമ്പം സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ കോടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിനിടെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്, ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ചു സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കണ്ണെന്നെ കാണും. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിന്റെ ഓരോ മൂമെൻറ്റ്സും ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. നീ പറയുന്ന വാക്ക് ദൈവം കേട്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ ചിന്തകൾ ദൈവം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിന്റെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് എൻ്റെ ദൈവം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അവന് മുമ്പിൽ മറവായി ഒന്നുമില്ല. ഇവിടെ ഒരു സ്ത്രീയുടെ കരച്ചിൽ കർത്താവ് കാണുക. ഞാൻ ആത്മീക സന്ദേശത്തിലേക്ക് കയറുക. ആരും കാണാൻ ഇഷ്ടപ്പെടാത്തതും ആരും അടുക്കൽ വരാത്തതുമായ ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ കരയേണ്ട സാഹചര്യം ഉണ്ടാകുക. എന്നെ സംബന്ധിച്ച് എനിക്ക് ആരും കരയുന്ന ഇഷ്ടമല്ല. കരയുന്നവരുടെ അടുക്കൽ പോയി ഇരിക്കുന്നതും വിഷമമുള്ള കാര്യമാണ്. പക്ഷെ എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, കണ്ണുനീര് കണ്ടാൽ അവൻ അവിടുന്ന് പോകുകയില്ല, പിന്നെ അവൻ അവിടെ തന്നെ കാണും. സ്തോത്രം. കരഞ്ഞ യാക്കോബിനെ മറികടക്കാൻ പറ്റാതിരുന്ന ദൈവത്തിൻ്റെ സ്വഭാവം ഉൽപ്പത്തി പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം, ശത്രുവിന് നേരെയുള്ള ഏറ്റവും വലിയൊരു വജ്രായുധമാണ് നിന്റെ കണ്ണുനീര്. ഹല്ലേലൂയ. ഞാൻ ദൂതിലോട്ട് വരട്ടെ. ദൈവത്തിന് അപ്പം ഇവിടെ കരച്ചിൽ കർത്താവ് കണ്ടു. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കി വെച്ചു പറ, എല്ലാം കർത്താവ് കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാഗർ എന്ന് പറയുന്ന ഒരാളുടെ ചരിത്രം ഉൽപ്പത്തി പുസ്തകം സ്തോത്രം 16-ാം അധ്യായത്തിലുണ്ട്. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഹാഗർ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കാണാം. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു. തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക്, ദൈവമേ നീ എന്നെ കാണുന്നു എന്ന പേർ വിളിച്ചു. മതി. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ? സാഹചര്യം ഞാനൊന്ന് വിവരിക്കാൻ ഇച്ചിരി സമയമെടുക്കും. സ്തോത്രം. ആരും നിന്നെ കാണുന്നില്ലെന്ന് ചിന്തിക്കരുത്. ദൈവം നിന്നെ കാണുന്നുണ്ട്.
നിന്റെ കാര്യത്തിൽ ദൈവത്തിന് ഇറങ്ങി വരാൻ ആഗ്രഹമുണ്ട്. നിന്റെ കാര്യത്തിൽ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതാ ഇന്നത്തെ ദൂത്. സ്തോത്രം. ശ്രദ്ധിക്കാം. അബ്രഹാമിന്റെ വീട്ടിൽ ഒരു ദാസ്യത്വ പദവിയിൽ നിൽക്കുകയാണ് ആര്? ഹാഗർ. സാറായിക്ക് ഹാഗർ അനിഷ്ടയായി തോന്നി. സ്തോത്രം. സാറായി അബ്രഹാമിനോട് ചോദിച്ചു, ഇവളെ എന്ത് ചെയ്യണം? അബ്രഹാം ദൈവത്തോട് ചോദിച്ച് എന്തോ ചെയ്യണം? ദൈവം പറഞ്ഞു, സാറ പറയുന്ന പോലെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഹാഗർ സാറയുടെ വീട്ടിൽ നിൽക്കാൻ വയ്യാത്ത സാഹചര്യമുണ്ടായി. അവൾ ഇറങ്ങി ഓടുകയാണ്. അവൾ വിചാരിക്കുന്നത്, എനിക്കാരുമില്ലല്ലോ, എന്നെ ആരും കാണുന്നില്ലല്ലോ, എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ എന്ന് അവൾ നിലവിളിക്കുമ്പം 7-ാം വാക്യം ശ്രദ്ധിച്ചു നോക്കിയേ. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ, ശൂരിന് പോകുന്ന വഴിയിലെ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. സാറയുടെ ദാസിയായ ഹാഗരെ, ഒരു വിളിയാ ദൂതൻ, സാറയുടെ ദാസിയായ ഹാഗരെ, നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിനവൾ, ഞാൻ എന്റെ യജമാനത്തി സാറായിയെ വിട്ട് ഓടിപ്പോകുകയാവുന്നെന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്ക എന്ന് കൽപ്പിച്ചു. ഹാഗറിന്റെ ഒരു വലിയ പ്രത്യേകത പറയാം. ദൈവം പറഞ്ഞാൽ കേൾക്കും, ദൂതൻ പറഞ്ഞാൽ കേൾക്കും. രണ്ടുപേര് തമ്മിൽ സൗന്ദര്യപ്പണക്കം ഉണ്ടായി വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി ഓടിയാൽ വഴിയിൽ പ്രവാചകൻ പറഞ്ഞാലും തിരിച്ചു ചെല്ലത്തില്ല. പക്ഷെ ഹാഗർ അവിടെ കിടന്ന് പറയുക, എന്നെ കാണുന്നവൻ ഇവിടെയും എന്നെ കണ്ടിരിക്കുന്നു. നിന്നെ ആരും കാണുന്നില്ലെന്ന് ചിന്തിക്കരുത്. ദൈവം നിന്നെ കാണുന്നുണ്ട്. നിന്റെ കരച്ചിൽ കാണുന്നുണ്ട്, നിന്റെ സങ്കടം കാണുന്നുണ്ട്, നിന്റെ ദുഃഖം കാണുന്നുണ്ട്. അതിന് തക്ക ഒരു മറുപടി നിനക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുക. ഇത് നിന്റെ ദിവസമാണ്. സെപ്റ്റംബർ മാസം 1-ാം തീയതി ദൈവം നിന്നോട് സംസാരിക്കുക. നിന്റെ കരച്ചിൽ ഞാൻ കാണുന്നു, നിന്റെ സങ്കടം ഞാൻ ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു ആത്മിക വെളിപ്പാട് പറയാം. ഏതു വിഷയത്തിൽ ദുഃഖിച്ചോ, ഇനി ആ വിഷയത്തിൽ ഒത്തിരി കരയേണ്ടി വരത്തില്ല. ഇതൊരു ദൈവത്തിന്റെ പ്രവചന ദൂത. ഈ മാസം തീരുന്നതിന് മുമ്പ് പല കരച്ചിലിന്റെ വിഷയത്തിലും നിനക്ക് മറുപടിയാവും. കാരണം നിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടാൻ പോവുക. നിന്റെ സന്തതിയുടെ കാര്യത്തിൽ ദൈവം ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പനേരം ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ സ്തുതിച്ചോളാം. ഹല്ലേലൂയ. ഞാൻ എവിടൊക്കെയോ ചില ദൈവിക ഇടപെടൽ കാണുകയാ, എവിടൊക്കെയോ ചില ദൈവ പദ്ധതി കാണുകയാ. തിരിച്ചറിഞ്ഞൊരാമീൻ പറഞ്ഞാട്ട് നമുക്ക് ദൂതിൻ്റെ പ്രധാന ഭാഗത്തോട്ട് വരാം. പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോവാ. ഒരിക്കൽ മോശയോട്, ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു, എൻ്റെ ജനത്തിൻ്റെ സങ്കടം ഞാൻ അറിഞ്ഞു. കാണുന്ന ദൈവം, കേൾക്കുന്ന ദൈവം, അറിയുന്ന ദൈവം. എഴുതിയിട്ടോ, ആരും കാണാത്ത വിഷയം കർത്താവ് കണ്ടിട്ടുണ്ട്. നിന്റെ കൂടെ പാർക്കുന്നവർക്ക് നിന്റെ വിഷയം അറിയത്തില്ല, പക്ഷെ കർത്താവിനറിയാം. കർത്താവിൻ്റെ ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടാകും. എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകുക. ഇനി ആ വാക്യത്തിലെ അടുത്ത പദമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. സ്തോത്രം. അവൾ കരയുന്നത് കണ്ട് കർത്താവ് മനസ്സലിഞ്ഞു. കർത്താവ് ഒന്ന് പറഞ്ഞ, കർത്താവ് ഒന്നാമത്തെ ദൂത് നിന്റെ കരച്ചിൽ കണ്ട് നിന്റെ വിഷയത്തിൽ തമ്പുരാൻ മനസ്സലിയാൻ പോവുക. ആർക്കും കൊടുക്കാത്ത ചില പരിഗണന നിന്റെ വിഷയത്തിൽ ദൈവം തരാൻ പോവുക. നിന്റെ വീടിനകത്ത് ഇനിയും വിലാപം ചുമക്കണ്ട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ. അല്പസമയം ദൈവത്തെ സ്തുതിക്കാമെങ്കിൽ സ്തുതിച്ചോ. എനിക്ക് ദൈവം ബോധ്യം തരുക, നിന്നോട് ദൈവം മനസ്സലിയും, നിന്റെ സന്തതിയോട് ദൈവം മനസ്സലിയും. ആര് വിചാരിച്ചാലും നടക്കാത്ത കാര്യം എൻ്റെ ദൈവം വിചാരിച്ചാൽ നടക്കും. ഓ യെസ്, നിന്റെ കാര്യം ദൈവം പരിഗണിക്കാൻ പോവുക. ഇനിയും നീ ആ സങ്കടം ചുമന്നോട് നടക്കണ്ട. ഇനി നീ യെസ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ആമീൻ പറഞ്ഞാട്ട്. ആമീൻ. ഒന്ന് അടുത്തിരിക്കുന്ന ആളെന്ന് തൊട്ടേച്ച് പറ, ദൈവം മനസ്സലിയുന്ന ദൈവമെന്ന് പറ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഞാനൊരു കാഴ്ച കാണുക. ചിലർ ദൈവത്തിന് മുമ്പിൽ കൊണ്ടുവന്ന പ്രാർത്ഥനാ വിഷയത്തിന്മേൽ തമ്പുരാൻ മനസ്സലിഞ്ഞ് ഇന്ന് കയ്യൊപ്പിടാൻ പോവുക. ഞാൻ വെളിപ്പാടി കാണുന്ന ദൂതാ പറയുന്നത്. ജീസസ്, അല്പദിവസത്തിനകത്ത് നിനക്ക് സന്തോഷിക്കാനുള്ള വക നിന്റെ കാതുകളിലെത്തും. ഗ്ലോറി ടു. ദൈവം ചില കാര്യങ്ങൾ അപ്രൂവ് ചെയ്യാൻ പോവുക. ഓ യേശുവിൻ്റെ നാമത്തിൽ ചിലരുടെ വിഷയത്തിൽ തമ്പുരാൻ കയ്യൊപ്പിടാൻ പോവുക. ഓ യേസ്, ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞത് ചില ശബ്ദങ്ങൾ നിലച്ചതാ. പക്ഷെ നിലച്ച ശബ്ദത്തെ ദൈവം വീണ്ടും തുറക്കാൻ പോവുക. ഓ ഹല്ലേലൂയ. നമുക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എന്ത് ചെയ്തു? ഈ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പം എൻ്റെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവൻ മനസ്സലിവുള്ള ദൈവമാണ്. എന്തുവാ? മനസ്സലിവുള്ള. ഇപ്പോൾ സംഭവിക്കുന്ന വിഷയമല്ല. നീ മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കുമ്പോഴും നിനക്കൊരു വിഷയം വന്നാൽ അവൻ മനസ്സലിവുള്ള ദൈവമാണ്. എത്ര പേർക്ക് അതിന് ആമീൻ പറയും? ഒരിക്കൽ ശിഷ്യന്മാരും യേശുവും എല്ലാം കൂടെ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുക. ഉടനെ കർത്താവ് ജനം പിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ, സ്തോത്രം, കർത്താവ് പറയുകയാണ്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്മ കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ എനിക്ക് മനസ്സില്ല. മത്തായി 15:32 ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. അവിടെ മുതൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായ്ക കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. നീ യേശുവിന്റെ കൂടെ ഇരിക്കുന്ന സമയവും യേശു അറിയുന്നു, നീ മുന്നോട്ടുള്ള യാത്രയും യേശു അറിയുന്നു. എന്നോട് ദൈവം പറയാം, നിന്നോട് മനസ്സലിയുമ്പം ഇപ്പോഴുള്ള വിഷയം മാത്രമല്ല, അടുത്ത മണിക്കൂറുകളിൽ നീ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളെ യേശു കാണുക. ഒരാമയും പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ കേട്ടോണ്ട് പോകേണ്ട ശബ്ദം കരയണ്ടെന്ന, ദുഃഖിക്കണ്ട, സങ്കടപ്പെടണ്ട, വിഷമിക്കണ്ട. നിന്നോടിന്നവൻ മനസ്സലിയും. നിന്റെ രക്തബന്ധങ്ങൾക്കില്ലാത്തൊരു മനസ്സലിവ്, നിന്റെ ചാർച്ചക്കാർക്കില്ലാത്തൊരു മനസ്സലിവ്. എത്ര പേർ വിശ്വസിക്കും? ഒന്ന് വാതുറന്ന് പറഞ്ഞ്, അവൻ മനസ്സലിവുള്ള ദൈവമാ. ഒന്ന് വാതുറന്ന് പറഞ്ഞ്, എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ജീസസ് തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞ വിഷയം ഈ ദിവസങ്ങളിൽ തിരിച്ചു വരാൻ പോവുക. നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ വിഷയം തിരിച്ചു നിന്റെ കയ്യിൽ വരാൻ പോവുക. തിരിച്ചറിഞ്ഞൊരാമയും പറഞ്ഞാട്ട്. ശത്രു അപകരിച്ച പലതും ഓ യേശുവിൻ്റെ നാമത്തില് സ്തോത്രം ചെയ്യാമെങ്കിൽ ചെയ്തോ. ഓ ഹല്ലേലൂയ. ഇതിനകത്തൊരു പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് ഞാൻ കാണുകയാ. അല്പസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ വീട് അനാഥമായത് കണ്ട് ചിലർ ചിരിക്കുന്നുണ്ട്. പക്ഷെ എഴുതിയിട്ടോ, നിന്റെ വീട്ടിൽ നിലച്ച ശബ്ദം വീണ്ടും നിന്റെ വീട്ടിൽ ആരംഭിക്കും. സ്തോത്രം ചെയ്യാമെങ്കിൽ ചെയ്തോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇച്ചിരുടെ വേഗത്തിൽ ഈ ദൂത് പോകട്ടെ. മത്തായി സുവിശേഷം 15-ാം അധ്യായം 32-ാമത്തെ വാക്യം എടുത്തേ. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായ്ക കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. കർത്താവ് പറയാ, ഈ ജനം ഇപ്പോ 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു. നീ എത്ര ദിവസം ദൈവത്തോടെ പാർത്തെന്നുള്ള കൃത്യം കണക്ക് ദൈവത്തിന്റെ കയ്യിലുണ്ട്. മിണ്ടുന്നില്ല. നീ ദൈവത്തിന്റെ മുമ്പിൽ എത്ര ദിവസം ഇരുന്നെന്നുള്ള കണക്ക് ആരുടെ കയ്യിലുണ്ട്? ആരുടെ കയ്യിലുണ്ട്? പറഞ്ഞേ. ദൈവത്തിന്റെ കയ്യിലുണ്ട്. ഇനി നീ മുന്നോട്ട് പോകുമ്പോൾ വഴിയിൽ നിനക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം ഇപ്പോഴേ കർത്താവ് കാണുക. ഒരാമയും വരുന്നില്ല.
ശിമോനെ നിന്റെ പടകെ കയറിയത് ഇപ്പോഴത്തെ ശൂന്യത കണ്ടോണ്ട. അടുത്ത മിനിറ്റിൽ നീ ഇതുവരെ അനുഭവിക്കാത്തൊരു നന്മ അനുഭവിക്കുമെന്ന് കണ്ടോണ്ട യേശു പടകെ കയറിയത്. ഒരാമയും വരുന്നില്ല. നീ ചിന്തിക്കാത്ത തലത്തില് ഒരു ദൈവപ്രവൃത്തി ഇന്ന് വെളിപ്പെടണം. തമ്പുരാൻ ചിലതിനെ നിന്നിലേക്ക് വലിച്ചടിപ്പിക്കുക. ഇന്ന് പകൽ കാന്തം ഇരുമ്പിനെ വലിച്ചടിപ്പിക്കുന്ന പോലെ ഇന്ന് പകൽ ദൈവകൃപ അകന്നു കിടക്കുന്ന നന്മകളെ നിന്റെ ലൈഫിലേക്ക്. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹാ സഥാന. ചില വീടുകൾക്കകത്ത് അത് സംഭവിക്കുന്നു, ചില തലമുറകളിൽ അത് സംഭവിക്കുന്നു, ചില കുടുംബങ്ങളിൽ അത് സംഭവിക്കുന്നു. ഇന്നത്തെ കാര്യമല്ല, നാളത്തെ കാര്യവും ദൈവം അറിയുന്നു. ഒന്ന് പറഞ്ഞ് അടുത്തിരിക്കുക, തൊട്ട് പറ. നാളത്തെ കാര്യവും, നാളത്തെ കാര്യവും. നിന്റെ വഴിയുടെ തളർച്ച ആര് കാണുന്നു? ഇങ്ങനെ പോയാൽ നീ തളരും. കർത്താവ് പറയും, എനിക്ക് മനസ്സില്ല ഇവരെ വിടാൻ. ഇന്നിവിടുന്ന് വെറും കൈയോടെ വിടാൻ മനസ്സില്ല. ഇന്നിവിടുന്ന് ശൂന്യതയോടെ വിടാൻ മനസ്സില്ല. നീ വഴിയിൽ തളരാൻ പാടില്ല, നീ ക്ഷീണിക്കാൻ പാടില്ല. കാരണം നിന്നെ വെറും കൈയോടെ വിടുകയല്ല. ഈ ബൈബിളിന്റെ ഒരു ഭാഷ നിങ്ങൾ കേട്ടെ. ഒരു രോഗസൗഖ്യം നടക്കുന്നത് എങ്ങനെയാന്ന് കേട്ടോണം. മത്തായി സുവിശേഷം 14-ാം അധ്യായം 14-ാമത്തെ വാക്യം എടുത്തേ. ഹല്ലേലൂയ. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞു, അവരുടെ രോഗികളെ സൗഖ്യമാക്കി. യേശു മനസ്സലിഞ്ഞ് രോഗികളെ സൗഖ്യമാക്കി. അപ്പൊ രോഗസൗഖ്യം നടക്കുന്നത് എപ്പോഴാ? മനസ്സലിയുമ്പോഴാ. ഒരാമയും പറഞ്ഞാട്ടെ. ഇന്ന് ഒരിക്കലും മാറാത്ത രോഗങ്ങളെ മനസ്സലിഞ്ഞ് എൻ്റെ ദൈവം തൊടാൻ പോവുക. ഓ ഗ്ലോറി ടു ഗോഡ്. ആര് ഇടപെട്ടിട്ട് നടക്കാത്ത വിഷയം തമ്പുരാന്റെ മനസ്സലിവിനകത്ത് നടക്കാൻ പോവുക. ഞാൻ ദൂതയിലോട്ട് കയറുക. എനിക്ക് ഈ വാക്യം എടുത്തത് ഒറ്റ വാക്യം നിങ്ങളോട് പറയാനാ. അവിടോട്ട് ഞാൻ പെട്ടെന്ന് വരാം. ദൈവം അപ്പൊ രോഗസൗഖ്യമാവുന്നത് എങ്ങനെയാ? മനസ്സലിഞ്ഞ്. അടുത്തിരിക്കുന്ന തൊട്ടച്ചോറ, അവൻ മനസ്സലിഞ്ഞ് സൗഖ്യമാക്കുമെന്ന് പറ. ഓ ഞാൻ കാണുക, ഇതിനകത്ത് ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ ചിലർ സൗഖ്യമാകട്ടെ. നിന്റെ ശരീരത്തിൽ വ്യാപിക്കുന്ന രോഗത്തിന്റെ വൈറസ്, നീ ക്യാൻസറാന്ന് പേടിക്കുന്ന ആ രോഗം, നീ ബന്ധിക്കപ്പെട്ടു എന്ന് വിചാരിച്ച രോഗം ഇന്ന് പകൽ മനസ്സലിഞ്ഞ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരൊക്കെ പറയുന്നേ മനസ്സലിഞ്ഞും സൗഖ്യമാക്കാൻ പറ്റത്തില്ലെന്നാ. കാര്യം അവരാ തീരുമാനിക്കുന്ന സൗഖ്യം വേണമെന്നല്ല. തമ്പുരാൻ ഇന്ന് പകൽ മനസ്സലിയുക. നിന്റെ വീടിനകത്ത് ആ സൗഖ്യം നടക്കും, നിന്റെ സന്തതിയിൽ ആ സൗഖ്യം നടക്കും. ഇനി നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അടുത്ത പദമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. യേശു മനസ്സലിഞ്ഞു. അടുത്ത പദം നോക്കിയേ. യേശു മഞ്ചത്തെ തൊട്ടു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. യേശു മഞ്ചത്തെ തൊട്ടു. നിങ്ങൾ എന്നെ നോക്കണം. ഈ സ്ത്രീയുടെ വീട്ടിൽ ഇതിനു മുമ്പ് ഒരു മരണം നടന്നിട്ടുണ്ട്. അവിടെ ഭർത്താവ് എന്ത് ചെയ്തു? ശ്രദ്ധിച്ചേ. അവിടെ ഭർത്താവ് മരിച്ചു. ഇപ്പൊ അവിടെ മകനും മരിച്ചു. കൈ കിട്ടിയതിനെ എല്ലാം ഏതോ ഒരു ശക്തി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുക. ഈ മകന്റെ മരണം ഇവക്ക് സഹിക്കാൻ പറ്റിയില്ല. അവരെല്ലാം കൂടെ സമയമാൻ രഥത്തിലൊക്കെ പാടി ഈ ഡെഡ് ബോഡി എങ്ങോട്ട് കൊണ്ടുപോവുക? സെമിട്രിയിലേക്ക് കൊണ്ടുപോവുക. കാരണം ഈ പോക്കിൽ ആരും തിരിച്ചു വരത്തില്ല. പക്ഷേ തമ്പുരാന്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ നിന്റെ നിർജീവ അവസ്ഥയ്ക്കകത്ത് ഒരു ചലനം നടക്കും. ഓ ഹല്ലേലൂയ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഈ ദൈവത്തിന് സ്തോത്രം. സെപ്റ്റംബർ മാസം 1-ാം തീയതി നിന്റെ ചില വിഷയത്തെ ദൈവം തൊടാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ ഈ 1-ാം തീയതി രാവിലെ ജീസസ് എൻ്റെ ഈ വിലാപയാത്രയെ, ഈ ദുഃഖം ചുമന്നുകൊണ്ടുള്ള യാത്രയെ ആ കരമൊന്ന് തൊടണമേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിക്കടി നിന്റെ വീട്ടിൽ വരുന്ന വിപത്ത് ചിലർക്ക് സന്തോഷമാണ്. പക്ഷേ നിന്റെ വീട്ടിൽ വന്ന വിപത്ത് ദൈവത്തിന് സന്തോഷമല്ല. കർത്താവ് ഇടപെടാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? 2 കാര്യം അവിടെ നടന്നുള്ളൂ. ഒന്ന്,
ദൈവത്തിന്റെ കൈ ആ വിഷയത്തെ തൊട്ടു. 2, ദൈവത്തിന്റെ ശബ്ദം ആ വിഷയത്തെ തൊട്ടു. ആ 2 ദൂതാ പറയാൻ പോകുന്നത്. ഇന്നിവിടെ യോഗം തീരുന്നതിന് മുമ്പ് നീ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നാലും ആ കരം നിനക്ക് നേരെ നീണ്ടുവരും. Glory to God. 2, ദൈവ ശബ്ദം നിന്നെ തൊടുകയാ. ഒരു ആമീൻ പറഞ്ഞാട്ടെ. പാസ്റ്റർ മുമ്പേ പറഞ്ഞ പദം ഞാൻ എടുത്തു പറയുക. ദൈവത്തിന് സ്തോത്രം. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം. യഹോവയുടെ ശബ്ദം ഇന്നും മരിച്ചവരെ ജീവിപ്പിക്കുന്നു. ഞാൻ ആ വാക്യത്തിലോട്ടൊക്കെ വരാം. നിങ്ങൾ അതിനെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് പറ, ദൈവം തൊടുവാൻ പോകുകയാ. ഗ്ലോറി, ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ നീ ദുഃഖിക്കുന്ന വിഷയത്തെ തമ്പുരാൻ തൊടും. അവൻ മഞ്ചത്തെ തൊട്ടു. ഓ ഗ്ലോറി ടു ഗോഡ്. ഈ വേദപുസ്തക ചരിത്രം നമ്മൾ പഠിക്കുമ്പം തമ്പുരാൻ തൊടാനിറങ്ങിയ പല സംഭവങ്ങൾ ബൈബിളിലുണ്ട്. എന്നോട് ദൈവം വെളിപ്പാടിനൊരു ദൂത് പറയുക, ഇന്ന് ചിലതിനെ ദൈവം തൊടും. നീ ഇപ്പൊ പോകുന്ന റൂട്ട് ഇനി ഓടുകയില്ല. അത് അവിടെ സ്റ്റോപ്പാകാൻ പോവുക. അത് അവിടെ നിശ്ചലമാകാൻ പോവുക. ഇനി ഇത് അങ്ങോട്ട് മൂവ് ചെയ്യത്തില്ല. എന്താ കാര്യം? അതിന്റെ നടുവിൽ ദൈവത്തിന്റെ തൊടിയില് ജനുവരി മാസം മുതൽ ഈ ദുഃഖം ചുമക്കുവല്ലേ? അല്ലേ? അല്ല, 2023 ഡിസംബർ തൊട്ട് ചുമക്കുവല്ലേ? 2023 ഒക്ടോബർ തൊട്ട് ചുമക്കുവല്ലേ? ദൈവം പറയുക, ഇത് ദൈവം സെപ്റ്റംബർ 1 വരെ മതി. ഇന്ന് നിന്റെ ദിവസമാ. തമ്പുരാൻ ചിലതിനെ തൊടുന്ന ദിവസമാ. എത്ര പേർക്ക് ആമീൻ പറയാൻ കഴിയും? എനിക്കെന്തോ ദൈവാത്മാവ് കാണിക്കുന്നു. ചില വീടുകൾക്കകത്തുനിന്ന് ദൈവം കയറും. ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ ചിലരോട് പറയാം, നിന്നെ തൊടാൻ പോവുക. ഓ ഹല്ലേലൂയ. നഷ്ടപ്പെട്ട ഉല്ലാസം തിരിച്ചു വരുന്നു. നഷ്ടപ്പെട്ട ആനന്ദം തിരിച്ചു വരുന്നു. കൈവിട്ടുപോയ അനുഗ്രഹങ്ങൾ തിരിച്ചു വരും. സ്തോത്രം ചെയ്യാമെങ്കിൽ ചെയ്യണം. ഓ ഓ ചില അസാധാരണ ദൈവപ്രവർത്തിക്ക് ചില വീട് സാക്ഷിയാകാൻ പോവുക. ചില അസാധാരണ ദൈവപ്രവർത്തിക്ക് നീ സാക്ഷിയാകാൻ പോവും. ഓ ഗ്ലോറി, ഗ്ലോറി. നിന്റെ അവസ്ഥ മാറാൻ ദൈവം തൊടട്ടെ. ഇന്ന് ചിലരുടെ അടുക്കൽ ദൈവത്തിന്റെ കരം നീണ്ടുവരികയാ. ഓ യേശുവിന്റെ നാമത്തിൽ നിന്റെ ബലഹീനതയെ തൊടുന്നു. റൂഡ ശബ്ദന. ചിലരെ തൊടുന്ന അനുഗ്രഹിക്കാനാ, ചിലരെ തൊടുന്ന കെട്ടുപൊട്ടിക്കാനാ. യെസ്. റംബോ സഥാന ഹസ്സര. ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ വിഷയത്തെ ഇന്ന് കർത്താവ് ഒന്ന് തൊടണം? നിങ്ങൾ ശ്രദ്ധിക്കണം. അനിപ്പാസ്റ്റർ തൊടുന്ന പോലെ അല്ല, സാംപാസ്റ്റർ തൊടുന്ന പോലെ അല്ല, ഞങ്ങൾ ആരും തൊടുന്ന പോലല്ല. തമ്പുരാൻ തൊട്ടാൽ 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 നിന്റെ വീട്ടിൽ സംഭവിച്ചത് എല്ലാം ദിവസങ്ങൾക്കുള്ളിൽ മാറിക്കിട്ടും, മണിക്കൂറുകൾക്കുള്ളിൽ മാറിക്കിട്ടും. എന്നോട് ദൈവം പറയുക, നിന്റെ നിർജീവാവസ്ഥ കണ്ട് ചിലർ ചിരിക്കുന്നുണ്ട്. ചിലർ പറഞ്ഞ ആ ചെറുക്കന്റെ ശബ്ദം നിലച്ചുപോയി. അല്ല, വീണ്ടും ആമി ശബ്ദം പുറത്തു വരാൻ പോവുക. ഒരു ആമിയും പറഞ്ഞാട്ട് ചില നിശ്ചലാവസ്ഥ, നീ ചലനമറ്റ അനുഭവത്തെ ഇന്ന് യേശു തൊടുകയാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടൊക്കെയോ വലിയ ദൈവകൃപ ഞാൻ ആത്മാവിൽ കാണുക. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒറ്റ കാര്യത്തിന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ ദൈവം ഒന്ന് തൊടണം. എത്ര പേര് ആമീൻ പറയും? ഞാൻ വേദപുസ്തകം നിങ്ങൾ പഠിച്ചേ. പ്രാർത്ഥനയിലാണ് ഈ ദൈവത്തിൻ്റെ തൊടിയിൽ ബൈബിളിൽ കൂടുതൽ സ്ഥലത്ത് നടന്നത്. പ്രാർത്ഥനയിലാണ് ദൈവത്തിൻ്റെ തൊടിയിൽ. ഞങ്ങൾ പറയത്തില്ലയോ, 5 ദിവസം ഉപവാസം വെക്കുക, 12 മണിക്കൂർ, 24 മണിക്കൂർ ഈ പ്രാർത്ഥന വെക്കുന്ന എന്തിനാ? ഇതിൻ്റെ ഏതെങ്കിലും 1 മിനിറ്റ് മതി നിന്നെ ദൈവത്തിന് തൊടാൻ. ഒരാമയും വരുന്നില്ല. ഇത്രയും നാളിൽ നീ ജീവിച്ചപ്പോഴുള്ള സകല ഭയവും ആ തൊടിയിൽ മാറും. ആ സകല നിന്നയും ആ തൊടിയിൽ മാറും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ ദിവസങ്ങൾ ആരുടെയൊക്കെ ലൈഫിൽ ഒരു എൻകൗണ്ടർ നടക്കാൻ പോവുക. ആരുടെയൊക്കെ ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്ന ഒരു സംഭവം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. ഭരണിക്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്
ഒരു ഫാമിലി എന്നെ വന്ന് കണ്ടു. അവര് ഭയങ്കര സാമ്പത്തിക ഉന്നതയുള്ള ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ മകനെ ജോർജിയയിൽ മെഡിസിൻ പഠിക്കാൻ വിട്ടു. ഞാൻ അവരെ ആദ്യമായിട്ട് TV ശുശ്രൂഷയും ലൈവ് ശുശ്രൂഷയും കണ്ടിട്ട് കഴിഞ്ഞ 4 മാസം മുമ്പ് എന്നെ കാണാൻ ഈ സ്ഥലത്ത് വന്നു. ഒരു ബുധനാഴ്ച നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നു. സ്തോത്രം. അവര് എന്നോട് പറഞ്ഞു, ജോർജിയയിൽ പഠിക്കാൻ പോയ മോൻ 2 വർഷമായി അവിടെ പോയിട്ട്. 1 വർഷം ഒരു കുഴപ്പമില്ലായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ അവൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്നൊരു ചെറിയ മദ്യപാനം തുടങ്ങി. പിന്നെ അത് ഒരു ഡ്രഗ് അഡിക്ഷനിലേക്ക് അവൻ പോയി. കഴിഞ്ഞ വർഷം അവൻ ഒരു എക്സാമും എഴുതിയിട്ടില്ല. മോനായോണ്ട് ഒറ്റ മോനെ ഉള്ളു, തള്ളിക്കളയാൻ പറ്റത്തില്ല. ചോദിക്കുന്ന അനുസരിച്ച് പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. പല പാസ്റ്റർമാരെ പ്രാർത്ഥിക്കാൻ വിട്ടു. ജോർജിയയുമായി ബന്ധപ്പെട്ട പാസ്റ്റർമാരെ പലരെ അപമാനിച്ചു. പലരെയും അവൻ ഫേസ്ബുക്കിൽ കയറിയിരുന്നത് മോശമായിട്ട് കമൻറ്റുകളിട്ട് അപകീർത്തിപ്പെടുത്തി. സ്തോത്രം. ഞങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ അകത്തെ പ്രെയർ ഹോളിൽ ഇരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ജീസസ് അവനെ സ്തോത്രം എൻ്റെ ഒരു സ്പർശനത്തിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പേരൻസിനോട് പറഞ്ഞു, ഇന്ന് തൊട്ട് നിങ്ങൾ ഒരു ദൈവസ്പർശനത്തിന് പ്രാർത്ഥിക്കണം. ഗ്ലോറി. ഞാൻ ദൈവസ്പർശനം ഇത്രയും ഡീപ്പാണെന്ന് ജീസസ് ഞാൻ ആ ഒരു സംഭവത്തിൽ ഒത്തിരി തിരിച്ചറിഞ്ഞു. സ്തോത്രം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങളിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൊച്ചൻ വീഡിയോ കോളിൽ വന്നു. അവർ ഫോൺ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു, എടുക്ക്, എൻ്റെ അടുക്കലാണെന്നൊന്നും പറയണ്ട. അവരെവിടാ? പിന്നെ അവൻ പറയുന്ന ഭാഷകളൊന്നും കേൾക്കാൻ പറ്റാത്ത ഭാഷയാണ്. അവർ ഫോൺ കട്ട് ചെയ്തു. വീണ്ടും വിളിച്ചു, വീണ്ടും കട്ട് ചെയ്തു. ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ സ്പർശിക്കണം. ഞാൻ അവൻ്റെ മുഖം ഏകദേശം വീഡിയോ കോളിൽ ഒന്ന് മറഞ്ഞു നിന്ന് കണ്ടു. കുറച്ച് ഫേസ് അവൻ്റെ കിട്ടി. പിന്നെ അവൻ്റെ ഫോട്ടോ കാണിച്ചു. ചുരുക്കി ഞാൻ പറയാം, 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലൊരു ഫോൺ എനിക്ക് വന്നു. സ്തോത്രം. കാരണം ഇവൻ വീട്ടിൽ ചെന്നപ്പോൾ ഇവൻ്റെ അമ്മയോട് ചോദിച്ചു, നിങ്ങൾ എവിടാ പോയേ, സത്യം പറ. അങ്ങനെ പറഞ്ഞു വരട്ടി എൻ്റെ നമ്പർ ഇവന് കൊടുത്തു. കൊടുത്തില്ല, അവിടെ അടിനാശമാണ്. ഇവൻ എന്നോട് പറഞ്ഞുമില്ല. ഞാൻ 2 പ്രാവശ്യം വിളിച്ചിട്ട് ഇവരെടുത്തുമില്ല. ഒരു ദിവസം ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ എന്നെ വീഡിയോ കോളിൽ വിളിച്ചു. എനിക്കത്ര പിടികിട്ടിയില്ല. പാസ്റ്ററാണോ? അതെ. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പിന്നെ പ്രാർത്ഥിക്കാമല്ലോ. 2 മാസം മുമ്പ് എൻ്റെ അമ്മയും അപ്പനും എന്നെ പറ്റി പാസ്റ്റർ അടക്കം വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു, ഒത്തിരി പേര് വരുന്നതുകൊണ്ട് ഓർമ്മയില്ല. എന്നാൽ ഞാൻ ഇന്നാളാ. ഓ, ഓർക്കുന്നുണ്ട്. എന്താണാവോ വിളിച്ചേ? അത് മിനിഞ്ഞാന്നൊരു സ്വപ്നം കണ്ടു. ഞാൻ അന്നേരം പോലെ വെട്ടി വേർക്കുക, വേർപ്പ് നിൽക്കുന്നില്ല. ആശുപത്രി ചെന്നപ്പോൾ അവർ പറഞ്ഞു, BP കൺട്രോളാ, ഷുഗർ കൺട്രോളാ, സോഡിയം കൺട്രോളാ. പക്ഷേ എന്നെ ഇങ്ങനെ വേർത്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, കർത്താവ് തൊട്ടതാ. നിങ്ങൾ പ്രാർത്ഥിച്ചോ തൊടാൻ? ഞാൻ പറഞ്ഞു, ഇനിയും പ്രാർത്ഥിക്കും തൊടാൻ. ഫോണിൽ പ്രാർത്ഥിച്ചു. വൈകിട്ട് പിന്നെയും വിളിച്ചു, വെട്ടി വേർക്കുവാൻ. ഞാൻ പറഞ്ഞു, നീ ചൊവ്വാ ഈ വേർപ്പ് നിൽക്കുകയല്ല. മിണ്ടുന്നില്ല. തമ്പുരാൻ അവനെ 9 ദിവസം കൊണ്ട് എടുത്തിട്ട് കുടഞ്ഞ്. എന്നോട് 9-ാം ദിവസം വിളിച്ച് പറയാം, ഞാനങ്ങ് മരിക്കുന്നതെന്നല്ലേ. മരിക്കണ്ട, തമ്പുരാൻ തൊട്ടിരിക്കുക നിന്നെ. ഇപ്പം നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ബൈബിളും ഒക്കെ പിടിച്ച് എല്ലാ ആഴ്ച മര്യാദയ്ക്ക് ചർച്ചിൽ പോവാം, ഒറ്റ തൊടിയിൽ. അപ്പം അനിപ്പാഷ് പ്രാർത്ഥിച്ചാൽ തൊടും. അതുകൊണ്ട് നമ്മളെല്ലാം കൂടെ പുള്ളിയുടെ അടുക്ക പോകണമെന്നല്ല, നീ പ്രാർത്ഥിക്കുമ്പോഴും തൊടും. അതാ എൻ്റെ ദൂത്. എന്നോട് ദൈവാത്മാവ് ഒരു കാര്യം സംസാരിക്കുന്നു. എനിക്ക് ചില വിഷയങ്ങളെ തൊട്ടേ പറ്റൂ. നിന്റെ വീടിനി ഇങ്ങനെ മുന്നോട്ട് പോകത്തില്ല. നിന്റെ വീടിന് ഇങ്ങനെ മുമ്പോട്ട് പോകത്തില്ല. നിന്റെ വീടിനെ ദൈവം തൊടും. എത്ര പേർക്ക് വിശ്വാസമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ലൈവിൽ കാണുന്ന ചിലരോട് ദൈവം സംസാരിക്കുക.
നിന്റെ കുടുംബത്തെ ദൈവം തൊടും. നിന്റെ ദാരിദ്ര്യാവസ്ഥയെ ദൈവം തൊടും. നിന്റെ നിർജീവാവസ്ഥയെ ദൈവം തൊടും. നിന്റെ പരാജയ അവസ്ഥ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് ദൈവത്തിന്റെ കരം കാണുക. നിന്നെ തൊടാൻ ദൈവം ഇറങ്ങുന്നു. നിന്റെ സന്തതിയെ തൊടുക. ട്രഗഡിച്ചായ നിന്റെ മകനെ തൊടും. ക്യാൻസർ രോഗിയായ നിന്നെ തൊടും. റബല ദിൽകമന പ്രബദ്ധന പ്രവജല റബദ്ധന പ്രഭാന. ഓ ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഈ തൊടിയിലെല്ലാം ബൈബിളിൽ എവിടാ തൊടുന്നറിയാമോ? പ്രാർത്ഥനയില. എന്തുവാ? പ്രാർത്ഥനയില. ഈ പേടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്, സ്നേഹിച്ചിട്ട് പ്രാർത്ഥിക്കുന്നവരും ഉണ്ട്. എന്തുവാ? ഒന്നുകൂടെ പറഞ്ഞേ. പേടിച്ച് പ്രാർത്ഥിച്ചാലും സ്നേഹിച്ച് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന ആത്മാർത്ഥമാണോ ദൈവം തൊടും. പേടിച്ച് പ്രാർത്ഥിച്ചൊരു മനുഷ്യനായ യാക്കോബ്. നിങ്ങൾ നോക്കിയിരുന്നാൽ മതി, ഞാൻ പറയാം. സ്നേഹിച്ച് പ്രാർത്ഥിച്ചതല്ല. പിന്നെ എന്താ കാര്യം? അവനെ ഒരാൾ ഭയപ്പെടുത്തുക. സ്തോത്രം. ചില ഭയം വന്നത് തകർക്കാനല്ല, ദൈവം നിന്നെ തൊടാനാ. ഇനി ഒരു വെളിപ്പാട് കൂടെ. നിനക്ക് പ്രതികൂലമായവൻ താമസവിന നിനക്ക് അനുകൂലമാവും. കാലപ്പഴക്കം ചെന്ന വൈരാഗ്യങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയെ പൊട്ടും. യേശുവിന്റെ നാമത്തില് ഞാനിവിടെ ആത്മാവിൽ കാണുക. നിന്നെ വഞ്ചിച്ചവർ, നിന്നെ ചതിച്ചവർ, നിനക്കെതിരെ കെണിവെച്ചവർ വൈരാഗ്യത്തോടെ നിനക്കെതിരെ ആയുധം എടുത്തിട്ടുണ്ട്. ആ ആയുധത്തിന് തിരിച്ചു നീ ആയുധം എടുക്കണ്ട. നിനക്ക് പ്രേയർ മതി. ഞാൻ ആത്മാവിൽ കാണുന്ന വചനഭാഗങ്ങളെ തെളിയിച്ചോണ്ടിരിക്കുന്നത്. നീ വളരെ ഇന്നസെന്റാ. നീ ചെയ്തതിനകത്തൊക്കെ ഒരു ദൈവ നിയോഗമുണ്ട്. പക്ഷെ ചിലർക്കത് ചതിവായി തോന്നി. ഗ്ലോറി ടു ഗോഡ്. 3-ാം സ്വർഗം വരെ പോയ പൗലോസ് എഴുതിയ കേൾക്കണോ? ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, യേശാവിനെ ദൂഷിച്ചു. ഞാൻ ഈ ദൂതിലോട്ട് വരുമ്പോൾ ഒരു ദൂത് പറയാം. ജീസസ്, നിന്റെ അപ്പന്റെ മക്കളിൽ വെച്ച് നീ ഒരു വ്യത്യസ്തനാകാൻ സമയമായി. ഒരാമയും വരുന്നില്ല. നീ സഹിച്ച നിന്ദയ്ക്കും നീ സഹിച്ച അപമാനത്തിനും ഒരു കുത്തു വീഴാൻ പോവുക, ഒരു എൻഡ് വീഴാൻ പോവുക. ഒരു സെന്റൻസ് എഴുതി അവസാനിപ്പിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിലെ ഒരു സെന്റൻസ് ഈ 1-ാം തീയതി അവസാനിക്കുക. നിന്റെ ലൈഫിന്റെ ഒരു പുതിയ പാരഗ്രാഫ് എഴുതിയിട്ടോ. ഹോളി സ്പിരിറ്റ് ഇതിനകത്തൂടെ ദൈവശക്തി വ്യാപരിക്കുന്നു. ഞാൻ ശുശ്രൂഷയിൽ ഇറങ്ങിയിട്ട് 30 വർഷമായി. പക്ഷെ ഞാനൊരു ദൂത് പറയാം. കഴിഞ്ഞ 29.5 വർഷം ഇല്ലാത്തൊരു ഫീല് കഴിഞ്ഞ 10-20 ദിവസമായിട്ട് എൻ്റെ മൈൻഡിൽ വരുന്നു. ഞാൻ ഒരു കാര്യം തിരിച്ചറിയുന്നു. എന്തോ ഒരു കാര്യം അസാധാരണമായത് നമ്മുടെ ലൈഫിൽ നടക്കാൻ പോവുക. മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്തത്. അതൊരു ദൈവത്തിന്റെ തൊടിയിലാകാം, അതൊരു എൻകൗണ്ടർ ആകാം. യേശുവിന്റെ നാമത്തില് എനിക്ക് ആത്മാവിൽ കാണാം. ചിലർ വൈരാഗ്യത്തോടെ നിനക്കെതിരെ ആയുധം എടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഭയപ്പെടരുത്, തിരിച്ചായുധം എടുക്കരുത്. ജീസസ്. ഒരു ആമീൻ പറഞ്ഞാട്ട് എനിക്ക് ദൈവാത്മാവ് ഒരു ബോധ്യം തരുന്നു. യാക്കോബ് പേടിച്ചിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പേടിച്ചായാലും പ്രാർത്ഥിച്ചല്ലോ, അല്ലേ? ആരെ പേടിച്ചിട്ട്? യേശാവിനെ പേടിച്ചോണ്ടാ പ്രയർ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥന ഒരു മൽപ്പിടുത്തമായി. പ്രയർ എന്ന് പറഞ്ഞാൽ ജീസസ് ഒരു ബലപ്രയോഗമാണ്. ഗ്ലോറി ടു ഗോഡ്. ആ പ്രാർത്ഥനയുടെ ഒടുവിൽ ദൈവം യാക്കോബിനെ ഒന്ന് തൊട്ടു. അവന്റെ തുടയുടെ തളം
ഉളുക്കിപ്പോയി. അവൻ ഇങ്ങനെ എത്ര അനുഗ്രഹിക്കപ്പെട്ടിട്ടും അവനിങ്ങനെ നടക്കുമ്പം ഇങ്ങനെ ഒരു ഒത്തുണ്ട്. ആൾക്കാർ ചോദിച്ചു, എന്നാടാ ഇത്? ഇത് നിനക്കറിയത്തില്ല, ഇത് തമ്പുരാന്റെ വിരലിന്റെ ചൂടടയാളാ. ഒരാമയും വരുന്നില്ല. നിന്റെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്തൊരു സ്പർശനം ഇന്നത്തെ പ്രയറിൽ ഉണ്ടാകണം. ഓ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഇത് സെപ്റ്റംബർ 1-ാം തീയതി. ഒരാമയും പറഞ്ഞാട്ട് ഈ മന്തിൽ ദൈവം നിന്നോട് സംസാരിക്കുക. ഈ മാസം തീരുന്നതിന് മുമ്പ് നിനക്കൊരു തൊടിയിലുണ്ടാകും. ആര് നിന്നെ ഭയപ്പെട്ടോ അവൻ നിന്നെ ചുംബിക്കാൻ വരും. ആര് നിന്നെ ഭയപ്പെടുത്തിയോ അവൻ നിന്നെ ചുംബിക്കാൻ വരും. ആര് നിനക്ക് മുന്നിൽ വൈരാഗ്യത്ത് റംബന ദൽഖമന പ്രബദ്ധന പ്രവചന. ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച്, അല്പ മിനിറ്റുകൾ വളരെ വിലപ്പെട്ട മിനിറ്റുകളാണ്. യേശു മഞ്ചത്തെ തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ഈ തമ്പുരാൻ തൊട്ടാ പിന്നെ നിന്നെ ചുമക്കുന്ന ഒരുത്തനും ഒരടി മുമ്പോട്ട് വെക്കാൻ പറ്റില്ല. ഒരാമയും വരുന്നില്ല. ഹല്ലേലൂയ. 6000 ഭൂത ഒരുത്തനെ ചുമന്നോണ്ട് നടക്കുക. യേശുവിനെ കണ്ട ഒരടി പിന്നെ മുമ്പോട്ട് വെക്കുകയല്ല. ഒരാമയും വരുന്നില്ല. നിന്നെ അരിതാത്തളത്തേക്ക് ചുമക്കുന്നതെല്ലാം സ്റ്റോപ്പ് ആകണമെങ്കിൽ തമ്പുരാന്റെ ഒരു തൊടിയിൽ മതി. ഇനി അടുത്തൊരു പദം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. അവിടെ ഒരു ദൂതൂടെ പറയാനുണ്ട്. നിങ്ങളൊന്ന് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ, 7-ാം അധ്യായം ലൂക്കോസ് 7 എടുത്തേ. ഹല്ലേലൂയ. 7-ാം അധ്യായം 14-ാം വാക്യം. ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. യേശു തൊട്ടു, യേശു സംസാരിച്ചു. ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. അവന്റെ നിർജീവ അവസ്ഥയ്ക്കകത്തോട്ട് ഒരു ദൈവശബ്ദം കയറി. ഹല്ലേലൂയ. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുക. നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. ഒരാമയും പറഞ്ഞാട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. നിന്റെ നിർജീവാവസ്ഥയ്ക്കകത്തോട്ട് ഒരു ശബ്ദം കയറുക. മരിച്ചവനെ ജീവിപ്പിക്കുന്ന ശബ്ദം, നിർജീവമായതിനെ നിങ്ങൾ ഇനി എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. 2 കാര്യം പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കും. ഇടയ്ക്കുള്ളതെല്ലാം കട്ട് ഷോട്ട് ചെയ്യുക. ശ്രദ്ധിക്കണം. അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിച്ചു. അവൻ വായിച്ചു കേൾപ്പിച്ചു. അവൻ മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. എന്തിന്റെ മുമ്പിൽ? തമ്പുരാന്റെ തൊടിയിൽ, തമ്പുരാന്റെ ശബ്ദത്തിന് മുമ്പിൽ അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. സ്റ്റേജിലുണ്ട്, എൻ്റെ കൂടെ 2 മിനിറ്റ് വരണം. എനിക്കോട്ട് തിരിഞ്ഞു നിൽക്കണം. എനിക്കൊന്ന് കൈ തരണം. ഈ അമ്മയുടെ കയ്യിൽ ആദ്യം ഒരു ഭർത്താവ് പിടിച്ചു. ആ കയ്യെ ഇങ്ങനെ വലിച്ചോണ്ട് പോയി. രണ്ടാമതൊരു കുഞ്ഞിനെ കൈക്ക് പിടിച്ചു. ഭർത്താവ് പോയ സ്ഥാനത്ത് ആ കുഞ്ഞിനെ ഇങ്ങനെ ഊർത്തിക്കൊണ്ട് പോയി. എന്നാൽ യേശു ഇടപെട്ടവ നോക്കി, കൈ വിട്ടത് തിരിച്ചമ്മയുടെ കയ്യിൽ വന്ന് ചേരുക. ആ ചിത്രം മനസ്സിൽ വെച്ചോണം. ഇനി ദൂത് പറയാൻ പോവാ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. നിന്റെ കൂടെ നിൽക്കേണ്ടത്, നിന്റെ വീട്ടിൽ നിൽക്കേണ്ടത്, നിന്റെ കുടുംബത്തിൽ നിൽക്കേണ്ടത്, നിന്റെ കൈ പിടിക്കേണ്ട പലതിനെയും നിന്നിൽ നിന്ന് വലിച്ചകറ്റിയെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാവുക. അതിനെ തിരിച്ച് യേശുവിന്റെ നാമത്തില് റംബ സുധാന ബഹസി. ചിലതൊക്കെ മടങ്ങി വരാൻ പോവുക. നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ട ദൈവകൃപ തിരിച്ചു വരുന്നു. നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ട അഭിഷേകം ഗ്ലോറി. ചില നഷ്ടപ്പെട്ട ഭാവി തിരിച്ചു കിട്ടുക. ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച, കൈ ഇങ്ങനെ ഒന്ന് പിടിക്കാവോ? എന്നിട്ട് കയ്യെ നോക്കി പ്രവചിച്ച് അതെൻ്റെ കയ്യിൽ തിരിച്ചു വരാൻ പോവുക. നന്മയാകാം, സമ്പത്താകാം, ആരോഗ്യമാകാം, ഭാവിയാകാം, കുടുംബമാകാം. ഈ ദിവസങ്ങളിൽ പ്രവചിച്ചോ. നീ നോക്കി പ്രവചിക്കുന്നത് നിന്റെ വീട്ടിൽ നടക്കാൻ പോവുക.
യേശുവിൻ്റെ നാമത്തിൽ ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കൈവിട്ടു പോയ പലതും നിന്റെ കരത്തിലേക്ക് തിരിച്ചു തരാൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവക്ക് ദുഃഖിക്കാനേ എന്നും നേരമുള്ളെന്ന് പറഞ്ഞവർ ഇവിടെ സന്തോഷം കണ്ട് ദുഃഖിക്കും. നീ എന്നും ദുഃഖമാണോ എൻ്റെ വിധി എന്ന് ചോദിച്ചെങ്കിൽ ആ വിധി തിരുത്തുന്ന ദൈവകൃപ ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയാം, ഈ മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലരെ ദൈവം തൊടുകയാ, ചിലരുടെ തൊടുവാൻ ദൈവം ഇറങ്ങി നിൽക്കുക, ചിലരെ ദൈവത്തിന് ഇതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ ചില യാക്കോബന്മാരെ ദൈവം തൊടുകയാ. ഇന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അതിൻ്റെ പേര് മാറ്റി, ആള് മാറ്റി, രൂപം മാറ്റി, ഭാവം മാറ്റി, സ്ഥിതി മാറ്റി. യേശുവിൻ്റെ നാമത്തിൽ റമ്മ ഹസൂര ഹംദന ധിബാന. ഓ യേശുവിൻ്റെ നാമത്തിൽ ആരെയൊക്കെയോ ഇതുവരെ നിന്റെ ലൈഫിൽ ഇല്ലാത്തൊരു സ്പർശനം ഇന്നത്തെ പ്രയറില് എനിക്ക് ആത്മാവിൽ കാണാം. ഈ ദിവസങ്ങളിൽ ആർക്കും ഇല്ലാത്തൊരു ഫീല് നിനക്കുണ്ടാകാൻ പോവുക, ആർക്കും ഇല്ലാത്തൊരവസ്ഥ നിനക്കുണ്ടാകാൻ പോവുക. നീ മനസ്സിനകത്ത് പറഞ്ഞ്, കർത്താവേ നിന്റെ കൈ എന്നെ തൊടണം, നിന്റെ കൈ എന്നെ തൊടണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ചിലരുടെ മേൽ? യെസ്, ഞാനിപ്പോഴും ഓർക്കുന്നത്, ഒരിക്കലേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നെൻ്റെ തോളത്ത് ഒരു പിടി പിടിച്ച് ഒന്ന് കുലുക്കി. 1.5 വർഷം ആ കൈ എൻ്റെ തോളയിലിരിക്കുന്ന ഫീൽ എന്നിൽ നിന്ന് മാറിപ്പോയില്ല. ഓ ഹല്ലേലൂയ. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നേ? ഗ്ലോറി ടു ഗോഡ്. ചിലരുടെ ലൈഫിൽ ദൈവം എൻ്റർ ചെയ്യാൻ സമയമായി. ഇനിയും നിന്നെ ഒരു ശക്തിക്കും വലിച്ചോണ്ട് പോകാൻ പറ്റുകയില്ല, 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 പറ്റുകയില്ല. യെസ്, പറ്റുകയില്ല. യെസ്, ഇനിയും നിന്നെ വലിച്ചോണ്ട് പോകാൻ പറ്റുകയില്ല. ആ യെസ്, എന്നോട് ഹോളി സ്പിരിറ്റ് പറയാ, ഈ ചുമന്നുകൊണ്ട് പോകുന്നത് നിന്നെ അവസാനിപ്പിക്കാനാ. ഇടപെടാൻ യേശു റെഡിയാ. എനിക്ക് ആത്മാവിൽ കാണാം. ആ കണ്ണാടി വെച്ച് ആൻറ്റി ഒന്ന് കൈ ഉയർത്തി പിടിക്കാം. നിങ്ങളുടെ അടുക്കൽ കർത്താവ് വന്ന് നിൽക്കുകയാണ്. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. കയറിട്ട് കെട്ടി ഒരു മരത്തിൻ്റെ ശിഖരം, ആ മരത്തിൻ്റെ മുകൾ പടപ്പിനെ എങ്ങനെ വലിച്ചൊരു സൈഡിലേക്ക് ചായ്ക്കുന്നു, അതുപോലെ നിന്റെ കുടുംബത്തെ കെട്ടി വലിക്കുന്ന കയറുകൾ ഇന്ന് മുറിഞ്ഞു മാറിയിട്ട് നിന്റെ വീട്, നിന്റെ കുടുംബം നേരെ ഒരു വൃക്ഷം തല ഉയർത്തി നിൽക്കുന്ന പോലെ ഉയർത്തുന്ന ദിവസങ്ങൾ എനിക്ക് ആത്മാവിൽ കാണാം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ചില വിടുതലുകൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ നടക്കും. ചില ശരീരത്തു നിന്ന് ചില രോഗത്തിൻ്റെ സെൽസ്, ചില രോഗാത്മാവിൻ്റെ ശക്തികൾ ഇന്നത്തെ ആരാധനയെ പൊട്ടാൻ പോവുക. ചിലരെ തൊടുന്ന ദൈവകരം എനിക്ക് ആത്മാവിൽ കാണാം. യേശുവിൻ്റെ നാമത്തിൽ ചില വൻകാര്യങ്ങൾ സംഭവിക്കാൻ പോവുക. ഞാനൊരു കാഴ്ച കാണുക. ചില വീടിനകത്തു നിന്ന് ദുഷ്ടശക്തികൾ ഇറങ്ങിപ്പോകുന്ന കാഴ്ച. ഇനിയും ആ ശക്തിക്ക് പൗലോസ് കാലുകുത്തിയാൽ മെലിത്തയിലെ പൊത്തിലിരിക്കുന്ന സർപ്പത്തിന് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. യേശു കാലുകുത്തിയാൽ ഗദരദേശത്തെ 6000 ഭൂതത്തിന് കല്ലറ ഇരിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. ഈ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ തമ്പുരാൻ തൊടാൻ തുടങ്ങിയാൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആ റെഡ് ഷാളിട്ട ആ മോളൊന്ന് കൈ ഉയർത്തി പിടിക്കാവോ? ഒന്ന് കൈ ഉയർത്തി പിടിച്ചാൽ. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ധാരാളം ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹം സാധിക്കാതെ വരുമ്പം ഒരു മനുഷ്യനുണ്ടാകുന്ന അഗാധമായ ദുഃഖമുണ്ട്. എന്നും അങ്ങനെ ദുഃഖിച്ചിരിക്കുമെന്ന് ഭാരപ്പെടണ്ട. ആ ദുഃഖം മാറും.
നിന്റെ ആഗ്രഹത്തിനൊത്ത് ചില കാര്യങ്ങൾ നിന്റെ വീടിന്റെ ഉൾമുറിയിൽ നടക്കാൻ പോവാ. എത്ര നല്ല ഭാവിയാ നിനക്ക് ദൈവം വാഗ്ദത്തം ചെയ്തത്. എന്നാൽ മാറയിലെ വെള്ളം കയ്ക്കുന്ന പോലെ ജീവിതം കയ്പാക്കി കളഞ്ഞല്ലോ. എന്നാൽ ഇന്നൊരു വൃക്ഷശിഖരം നിന്റെ കയ്പിനകത്ത് വീഴാൻ പോവാ. നീ ദുഃഖമനുഭവിച്ച നാളുകൾക്കും കഷ്ടമനുഭവിച്ച സമ്മലങ്ങൾക്കും തക്കവണ്ണം നിനക്കൊരു സന്തോഷം വരുന്നുണ്ട്. നീ നിന്റെ വീടിന്റെ വിടുതലിന് വേണ്ടി കരയുന്ന ഒരാളാ. ആ വിടുതൽ നടന്നില്ലെങ്കിൽ ഇനി അവസ്ഥ മോശമാകുമെന്ന് നിനക്കറിയാം. പക്ഷെ ഈ മന്ത് നിന്റെ പ്രാർത്ഥനയുടെ ശക്തി കൂട്ടണം. യാക്കോബിന് സ്വപ്നത്തിൽ ഇറങ്ങി വന്ന ഗോവേണി പോലെ നിന്റെ മുമ്പിൽ ഒരു ഗോവേണി ഇറങ്ങി വരുക. നിനക്ക് പടികൾ നടന്നു കയറാനുണ്ട്. ലംബഹാസ്യാംധന നിന്നെ അസ്തമിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചൊരു ചില വ്യക്തികളുണ്ട്. അവരുടെ നടുവിൽ നിന്റെ തല ഉയരുന്ന ദിവസങ്ങൾ വിദൂരമല്ല. നിങ്ങൾ എന്നെ ഒരു 5 മിനിറ്റൂടെ ശ്രദ്ധിച്ച്, ഞാൻ ആത്മാവിലൊരു കാഴ്ച കാണുക. Glory to God. Glory to God. Glory to God. ഞാൻ ആ കാണുന്ന കാഴ്ച, ചിലരെ കർത്താവ് തൊടും. നിങ്ങളൊരു സാധാരണ മീറ്റിംഗിൽ ഇരിക്കുന്ന ലാഘവത്തിൽ ഇന്നിരിക്കരുത്. ഒരു ഭയങ്കര കാര്യം കൊതിച്ചോണ്ടാ ഞാൻ ഈ വേദി കയറിയേക്കുന്നത്. ഗ്ലോറി. നിന്നോട് മനസ്സലിയുക മാത്രമല്ല, നീ ആഗ്രഹിക്കുന്ന ചില കാര്യം നടക്കാൻ ഒരു സാധ്യതയുമില്ല. പക്ഷെ ദൈവം വഴിയൊരുക്കിയിരിക്കും. ഒരാമയും പറഞ്ഞു തുടങ്ങിക്കോ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് കാണാം ദൈവം ഇതിനകത്തൂടെ ഇറങ്ങി നടക്കുക. ഞാൻ ഈ മെസ്സേജ് നിർത്താനായിട്ട് ഉള്ള ശ്രമത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇതിനകത്ത് വലിയ പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് ഞാൻ കാണുക. ഒന്നാത്മാവി കാണുക. ഈ ദിവസങ്ങൾ ആരെയൊക്കെയോ തമ്പുരാനെന്ന് തൊടും. ഒരുപക്ഷെ രാത്രി നീ ഉറക്കത്തിലായിരിക്കും എന്ന് അനുഭവിക്കുന്നത്. ഒരുപക്ഷെ പ്രയറിലായിരിക്കും അനുഭവിക്കുന്നത്. ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ എന്തോ നിന്റെ ലൈഫിൽ ഒരു ദൈവ സ്പർശനം. എത്ര പേര് കൊതിക്കുന്നുണ്ട്? റംബ, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷയിൽ എന്നെ ഒന്ന് തൊടണേ. ഞങ്ങൾ ശുശ്രൂഷകന്മാർ വചനം പ്രസംഗിക്കുന്നതും ഞങ്ങളെ കർത്താവ് തൊടുന്നതും രണ്ടാണ്. തൊട്ടാൽ ആ ഫീൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പോവുകയില്ല. ഈ ദിവസങ്ങളിൽ ആർക്കുമില്ലാത്ത ചില അനുഭവ സമ്പത്ത്, വർഷങ്ങളായി നിന്റെ കുടുംബത്തെ തകർത്ത ചില സ്പിരിറ്റ് ഇന്ന് തമ്പുരാന്റെ തൊടിയിലിൽ നിന്നെ വിട്ടുപോകും. ഇനി അത് നിന്റെ കൂടെ വരികയില്ല. ഒരു വഴിയായി വന്ന ശത്രു 7 വഴിയായി ഓടുന്ന കാഴ്ച. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്, 2 കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച്. ആരൊക്കെയോ പാസ്റ്റർ, ഞാനൊരു മീറ്റിങ്ങിന് വന്നതാ, പക്ഷേ എന്നെ ദൈവം സ്പർശിക്കുക. എത്ര വട്ടം ഇത് ചുമ്മാ ഒരു കയ്യടി യോഗമല്ല. ഓ ഹോളി സ്പിരിറ്റ്, ഹോളി. 1 മിനിറ്റ് കൈ ഉയർത്തി പ്രാർത്ഥിച്ച്, 2 മിനിറ്റ് കൈ ഉയർത്തി പ്രാർത്ഥിച്ച്, ലൈവിൽ കാണുന്നവരും പ്രാർത്ഥിച്ച്. നിങ്ങൾ ഇന്ന് വിശ്വസിക്കണം, നിങ്ങളെ എന്തെല്ലാം വിഷയം ഭാരപ്പെടുത്തിയോ അതിന്മേലൊക്കെ ഒരു കരം നീണ്ടുവരിക. ഗ്ലോറി. നിന്റെ വഴിയിലെ ക്ഷീണം അറിയുന്ന ദൈവം, തളർച്ച അറിയുന്ന ദൈവം ഇന്ന് നിന്നോട് മനസ്സലിഞ്ഞ് 2 മിനിറ്റ് പ്രാർത്ഥിച്ചേ. നെയിം ഓഫ് ജീസസ്. എനിക്ക് കാണാം ചിലരെ ദൈവം ഇവിടെ ചില ഹൃദയങ്ങളെ ദൈവം തൊടുകയാ. ഹല്ലേലൂയ. ചില ഹൃദയങ്ങളെ ദൈവം തൊടുന്നു. ചില ഹൃദയങ്ങൾക്കകത്ത് ചൈതന്യം വ്യാപരിക്കുന്നു. നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന,
നിനക്കിനി കഴിയത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ ബന്ധിച്ചിട്ട ബന്ധനങ്ങൾ ഇന്ന് ഈ കൈ ഉയർത്തി